ഇന്ന് നമ്മൾ ജസ്റ്റ് എക്സ്പയറി ഡേ ആണ്, അതുകൊണ്ട് ട്രേഡ് എടുക്കേണ്ടതെന്ന് ആദ്യം വിചാരിച്ചാണ്. പിന്നെ നോക്കുമ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരുന്നുണ്ടായിരുന്നു നിഫ്റ്റിയിൽ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും. സോ നമ്മൾ നിഫ്റ്റി ആണല്ലോ എക്സ്പയറി ഉള്ളത്, അതുകൊണ്ട് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് ഒരു 49,700 ഒരു പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത്. അത് വിത്തിൻ വൺ മിനിറ്റ് തന്നെ നമ്മളുടെ എക്സ്പെക്റ്റഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലൈക്ക് ഈ ഒരു ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിലേക്കുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. സോ നമ്മളെപ്പോഴും യൂട്യൂബിൽ കാണുന്നത് ലൈക്ക് പ്രോഫിറ്റ് ട്രേഡ്സ് ആണ്. നമുക്ക് പ്രോഫിറ്റ് മാത്രമല്ല, ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിലെ ലോസും ഇത് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. സോ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു ട്രേഡിൽ വന്ന മിസ്റ്റേക്ക് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ മിസ്റ്റേക്സ് നെക്സ്റ്റ് ട്രേഡിൽ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ അക്യുറസി ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ലൈക്ക് ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന 600 ലോസാണ് ഇന്നത്തെ ഒരു ഡേയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ട്രേഡ്സ് ഇല്ല, കാരണം ഇനി റിവെഞ്ച് ട്രേഡിങ്ങിലേക്ക് പോകും. ഇമോഷണലി ബാധിക്കും. പിന്നെ അത് മൾട്ടിപ്പിൾ ട്രേഡ്സിൽ പോയാലും നമുക്ക് ഈ ഒരു ലോസ് റിക്കവർ ആക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഒരു പെർഫെക്റ്റ് ട്രേഡ്സിനും നമ്മൾ വെയിറ്റ് ചെയ്യില്ല. നമ്മൾ വീണ്ടും ചാടി ട്രേഡ്സ് എടുക്കും. അത് വന്നിട്ട് എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ലോസസിൽ പോകും. സോ ആക്സെപ്റ്റ് ദ ട്രേഡ്, ആക്സെപ്റ്റ് ദ മിസ്റ്റേക്ക് ആൻഡ് ട്രേഡിലെ ലോസും അക്സെപ്റ്റ് ചെയ്യുക. ദെൻ ഇന്നത്തെ ട്രേഡ് വൈൻഡപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പറ്റിയ മിസ്റ്റേക്കായിട്ട് ഞാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഇവിടുത്തെ പ്രീവിയസ് ഡേയുടെ ഹൈയുടെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇതും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ മേ ബി ഇതില്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തൊരു ടൈമിൽ ലൈക്ക് ഇവിടെ നിന്നൊക്കെ ഒരു എൻട്രി പോസിബിളായിട്ട് വരുമായിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു നല്ല രീതിയിലേക്കുള്ളൊരു ഡൗൺഫോൾ സ്റ്റിൽ നമുക്കൊരു ഈ ഒരു റീജിയൻ വരെയൊക്കെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഈ ഒരു റീജിയൻ വരെ കിട്ടിയിട്ടുണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെയുള്ളൊരു മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ സെയിം തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നിന്ന് അത് റിവേഴ്സ് പോകുന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാർക്കറ്റ് ഒരു വീക്ക് മാർക്കറ്റാണെന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റിൽ നിന്ന് നല്ല രീതിയിൽ ബുള്ളിഷാണ്. അതുപോലെ തന്നെ എക്സ്പയറി ഡേ അല്ല, അപ്പോൾ രണ്ട് സൈഡിലേക്ക് നല്ല ഹ്യൂജ് മൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ട്രേഡ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നു. ദെൻ ഇതിൻ്റെ റിസൾട്ട്, അത് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഈ ഒരു നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത 49,278 എന്നുള്ള ഒരു റേഞ്ച് വരുമോ എന്നുള്ളത് നോക്കിയിട്ടും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാവ് എ നൈസ് ഡേ.